ഫ്രണ്ട് വലിച്ച് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വരിക. എന്തു പറ്റി? കയറി അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു കൊടുത്ത് നേരെ വന്ന് കിടന്ന് ഉറങ്ങി. ഫുഡ് കഴിച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എല്ലാ വണ്ടികളും തള്ളി കയറ്റാനായിട്ട്. ഇപ്പൊ നമ്മളിതേ പോവാൻ പോണ്. അടിയിൽ പിള്ളേരുകളൊക്കെ വണ്ടി പാക്ക് ചെയ്തു. ഇവിടെ പാക്ക് ചെയ്ത് എടുക്കണ്. നമ്മളും അങ്ങനെ റെഡിയായി ഇറങ്ങാൻ പോവാണ്. ഇനിയിപ്പോ നമ്മളിവിടെ ഏതാ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഉൾപ്പുണ്ണിലേക്ക് പോവാണ്. ഓഫ് റോഡിങ് തന്നെയാണ് ഇന്നും. അപ്പം ഇത് ഇന്നലത്തെ പോലെ തന്നെ അടിപൊളിയായിരിക്കും വീഡിയോ. അപ്പോൾ നമ്മൾ എല്ലാവരും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും കണ്ടോ, എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്ന് കാണാം. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഗ്രൗണ്ടിക്ക് എടുത്താൽ നമ്മുടെ വണ്ടി എന്തോ ഭയത്തിന് രക്ഷപ്പെട്ടു. എക്സ്പൾസ് മുങ്ങി. എനിക്ക് തോന്നണേ ഇതൊരു ചേട്ടാ ഇതിലെടുത്താൽ മതിയായിരുന്നു. ഇതിൽ ഉറപ്പുണ്ട്. ഞാൻ അത് പിടിക്കാം. ചവിട്ടണോടൊക്കെ താന്ന് പോകാനുള്ളൂ. സത്യത്തെ നമ്മളടുത്ത രണ്ടാമത്തെ ദിവസത്തെ ഓഫ് റോഡിങ് അങ്ങനെ സ്റ്റാർട്ടായി. നമ്മൾ ഉൾപ്പുണ്ണിയാണ് പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഉൾപ്പുണ്ണിയിലേക്ക് പോണത്. ഈ വഴിയൊന്നും എനിക്കറിയില്ല. നമ്മൾ ഉറുമ്പിക്കര രണ്ടാമതാണെങ്കിലും ഉൾപ്പുണ്ണി ആദ്യമായിട്ടാണ് പോണത്. എങ്ങനെയാ ഇതും അന്നത്തെ ആ വീഡിയോയിൽ കണ്ട പോലെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും വീഡിയോ എന്തായാലും അവിടെ പോയി നോക്കാം. അയ്യോ പട്ടി. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് നോക്കി. അപ്പുറത്തും മലകളൊക്കെ ആയിട്ട്. കാരണം ഇപ്പം ഇത് വെയിലില്ല. ഇന്നലെ നമുക്ക് രാത്രി നല്ല മഴ കിട്ടി. ഇന്നിപ്പോൾ മഴയില്ല. ഇനി രാത്രി വൈകുന്നേരം എങ്ങനെയാണെന്ന് അറിയില്ല. ഗൈസ് അപ്പം നമ്മുടെ വഴി ഇതാണ്. ആള് പോയി ഉറപ്പിക്കാൻ വേണ്ടി പോയിക്കായിരുന്നു. അവിടെ പിള്ളേരൊക്കെ പൊളിയായിട്ട് പവറല്ലേ. അതെ ഇങ്ങനെയുള്ള വളവിൽ നിന്നാ മതി. പോട്ടെ. ഗായ്സ് അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു വലിയൊരു കുന്ന് കണ്ടു. നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ വരെ പോയിട്ട് ചെറിയൊരു മുകളിൽ വെറുതെ പോകുന്നതാണ്. നമ്മൾ ശരിക്കും ഈ വഴിക്കാണ് പോകേണ്ടത്. നമ്മൾ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് കയറി വീഡിയോ പിടിക്കാൻ വേണ്ടി പോകുന്നു. ചൂട് ചേട്ടാ കിടത്തി വളക്കേട്ടാ. ഈ വഴിയാന്ന് തോന്നുന്നു. അങ്ങനെ ഒരുത്തം കയറി. ഞാനായിട്ട് അവസാനം വരാം.
ഇതങ്ങനെ നമ്മൾ കയറാൻ പോവാണ്. കുഴിയാണല്ലോ അവിടെ. പുതിയ വഴി ഉണ്ടാക്കാൻ പോവാ. സീൻ വഴി കേട്ടോ. ഓക്കെ വേറെ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളങ്ങനെ നൈസ് ലാൻഡിങ് ആയിക്കാണ്. നമ്മുടെ അപ്പുറത്തത് സ്റ്റക്കായി തോന്നും. ഇതോട്ടോ കിട്ടുന്ന പ്ലേസ് കേട്ടോ, നല്ല കാറ്റും. ഓ പൊളി വഴിയെന്ന് വെച്ചാൽ മൂട് വഴി. Come on, let's go. ബ്രേക്ക് പിടിക്കണ. ചേട്ടാ ഇതിലെ കയറി പോരും. പയ്യെ ത്രോട്ടോട് കണ്ടിരുന്നാ മതി. അങ്ങനെ നമ്മുടെ അഡ്വഞ്ചർ ബ്രോയും കയറ്റാൻ പോവാണ്. അവൻ്റെ ഐഡിയയിൽ അവൻ കയറ്റട്ടെ. കുഴിക്കാത്ത വീണോ, കുഴപ്പമില്ല. കുഴിക്കാത്ത വീണോ, ജിന്തിനു വന്നേ. വണ്ടി കഴിഞ്ഞു. ആ
യെസ് യെസ്. അങ്ങനെ എല്ലാ വണ്ടികളും നമ്മൾ കയറ്റി. ഗൈസ് ഒരു വിധം അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ അവിടെ ഒരു ടീമുണ്ട്. പിന്നെ അതെ നമ്മുടെ വണ്ടികളൊക്കെ പിന്നെ അതെ അടിപൊളി ഒരു വലിയ 2 സൈഡ് എവിടെ നോക്കിയാലും മല. 4 സൈഡും മല തന്നെയാണ് ഫുള്ള് കാണുന്നത്. അയ്യോ പിന്നെ ഇപ്പോൾ ഇവിടെ തേയിലത്തോട്ടമുണ്ടോ? ഓ പൊളിച്ചല്ലോ. അങ്ങനെ നമ്മളപ്പുറത്തെ മല ഇപ്പുറത്തെ മലയ്ക്ക് നൈസായിട്ട് കയറി. വെള്ളം കഴിഞ്ഞു ബ്രോ, ഇപ്പൊ തന്നെ അവിടെ വെച്ച് കുടിച്ചോളൂ. പൊളി. നമ്മുടെ സുധി ചേട്ടൻ വരുന്നുണ്ട്. നമ്മളിനി ഈ മലകളിലൂടെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓ അപ്പുറത്തെടുത്താൽ മതിയായിരുന്നു. ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മഴ പെയ്ത കാരണം നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടില്ല, തെന്നി പോകും, സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒടുക്കത്തെ പോയി. ഉപ്പുണിയിലേക്ക് നമ്മൾ മലകളിലൂടെ കയറിയാണ് പോകുന്നത്. കണ്ടോ, ഓരോ മല കഴിഞ്ഞ അടുത്ത മല, അങ്ങനെയാണ്. അപ്പോൾ നമ്മളിനി വീണ്ടും ഈ വഴിക്ക് ഇങ്ങനെ തുടരാൻ പോവുകയാണ്. നമ്മൾ മോളിൽ പോയിട്ട് നമ്മൾ താഴ്ത്തിറങ്ങി അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് അവിടെ നിന്ന് നേരെ റിട്ടേൺ പോകുന്നു. ഇനി നമ്മളിനി ഇവിടുന്ന് ഈ വഴിയാണ് ഉടുപ്പുള്ളി അല്ലടാ എന്നിട്ട് ഉളുപ്പുണ്ണി. അപ്പോൾ നേരെ ഇനി അവിടേക്ക് പോകാൻ പോവാണ്. നമ്മുടെ വഴിക്കാട്ടി വന്നിട്ടില്ല, അതേ വഴിക്കാട്ടി എനിക്കൊന്ന് ഓടിച്ചുകൊണ്ട് വരുന്നു. ഞാൻ ആദ്യമായിട്ടാ എന്ത് ഏത് മുട്ട? ആ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായില്ലല്ലോ. നമ്പർ പ്ലേറ്റ് പറ്റിയായിരുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ മേലേക്ക് കയറ്റി വിട്ടില്ല, കാരണം ഫോറസ്റ്റ് ഏരിയ ആണ്. ചില കുന്നിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായില്ല. നമ്മൾ നേരത്തെ കയറിയതിന് പോലും പെർമിഷൻ കയറാൻ പാടില്ല. പക്ഷെ നമ്മളവിടെ ബോർഡൊന്നും കണ്ടില്ല, നമ്മൾ നേരെ കയറി പോയായിരുന്നു. നമ്മൾ വിചാരിച്ചു വഴി കണ്ടപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ അവർക്ക് ബോർഡൊന്നും കാണാത്ത സ്ഥിതിക്ക് നമ്മൾ കയറിപ്പോയതാണ്. ഇപ്പോൾ ആ കുന്നിൻ്റെ മേലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അവിടെ ചേച്ചിമാർ കയറാൻ ഫോറസ്റ്റിൻ്റെ ആൾക്കാരാണെന്നാണ് പറഞ്ഞ ചേച്ചിമാർ. താൽക്കാലിക ജീവനക്കാരായിരിക്കും, കാരണം ഇങ്ങനെ വരുന്നവരൊക്കെ കയറ്റി വിടുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് വണ്ടികൾ മാത്രമേ പോവുള്ളൂ. നമ്മുടെ വണ്ടികളൊന്നും പ്രൈവറ്റ് വണ്ടികൾ പോവില്ല, സാധാരണ വണ്ടികൾ പോകും. ഓ
എൻ്റെ പൊന്നു മോനെ, അന്യായ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ വ്യൂ ആണ്. നോക്കുക, ഇവർ രണ്ടുപേരും കൂടി എന്നെ നല്ല രീതിക്ക് കുളിപ്പിച്ചു. നോക്കി പാൻറ്റും ഇതൊക്കെ നോക്കിയാൽ പണ്ട് ഭയങ്കര ഒരു കിലോൺ ഡ്രൈവ് ആയിരുന്നതാ ഈ റൂട്ട്. ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്തു, ഓൾമോസ്റ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റാർക്കോട് വരികയാണെങ്കിൽ ഇതുവഴി കയറി തരാം. എന്നിട്ട് ഇങ്ങനെ ഒരു ട്രെയിലുണ്ട്, ഈ ട്രെയിലുണ്ട്, ഇവിടെ കൂടെ വേണമെങ്കിൽ ഉൾപ്പണി കയറാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ട് പോണേ കേട്ടോ? ഇല്ലല്ലോ. ആ ചേച്ചി എന്താ പറഞ്ഞ അവിടെ വെച്ചാൽ അല്ല ഇപ്പൊ കയറ്റി വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞതാ. നമ്മൾ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. ഓ ഗായ്സ്, നമ്മൾ ഇനി ഇതിലെ വന്ന് ഈ വഴിയാണ് കയറാൻ പോണത്. സീനാണല്ലോ. ഏത് എന്ത് നിന്നോളേ, ഇടയ്ക്ക് നിന്നോളേ. ആ, ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് കുറച്ച് ദൂരം ഉണ്ട്. ഗായ്സ്, ഈ വഴിയും സീന. പൊക്ക സുധിച്ചേട്ടൻ പവർ. സുധിച്ചേട്ടൻ എപ്പോഴും എല്ലാ വട്ടവും പവർ തന്നെയാണ് ഓഫ് റോഡിൻ്റെ. ഓ, ഒരു മാല വിട്ടല്ലോ. പോടാ. കൈ കൊടുക്ക്. എടാ എനിക്കൊന്നോടിക്കും. ഓ ഗായ്സ്, അങ്ങനെ എടാ മുകളിലൊരാൾ വീട് ഗായ്സ്. ഞാൻ വീടില്ല. എന്ത് പറ്റി?
ഇനിയിപ്പോടാ ഇത്രയും വഴി ഉണ്ടായിട്ട് പിടിക്ക്. ആ അപ്പുറത്ത് വരാം. കുത്തം വണ്ടിയല്ലേ? കുത്തം വണ്ടിയാണ്. എത്ര ആഴ്ച ഇപ്പൊ എടുത്തിട്ട് കറക്റ്റ്? ഒരാഴ്ച കഴിഞ്ഞാ ഗൈസ്? ഒരാഴ്ച വണ്ടിയുടെ കോലമാണ് നിങ്ങൾ കാണുന്നത്, കണ്ടോ? 3 ദിവസം. ഇത് 3 ദിവസമായിട്ടുള്ള എടുത്തിട്ട് ഈ വണ്ടി എന്തൊക്കെ പണി കിട്ടി ബ്രോ? എത്ര കിലോമീറ്റർ? 350 കിലോമീറ്റർ ഇയാൾ ഓടിയിട്ടുള്ള വണ്ടി എടുത്തിട്ട്. ബ്രേക്ക് പാഡിൻ്റെ ഇത്, ബ്രേക്കല്ല, ബ്രേക്കിൻ്റെ ഇത്, പിന്നെ എന്തൊക്കെയുണ്ട്? സ്ക്രാച്ച്. എത്ര വട്ടം വീണു? ഞാൻ വീണ അടുത്തല്ല, ആശാന്റെ കൊടുത്തത്. ഞാൻ വീണിട്ടില്ല. ഏകദേശം വണ്ടി എത്ര വട്ടം വീണു? വണ്ടി 2 വട്ടം. 2 വട്ടം. നല്ല വീഴ്ച. ആവറേജ് ഇത് ഒടിയുമ്പോൾ മാത്രം. ഇത് 2 സൈഡിലെ മുട്ടൊടിഞ്ഞു. മുട്ട് പോയിട്ടില്ല കേട്ടോ. പക്ഷേ മുട്ട് സ്ട്രോങ്. 2 സൈഡ് തൊടിഞ്ഞോ? ആദ്യം ഒരു സൈഡ് ഒടിഞ്ഞു, പിന്നെ അടുത്ത സൈഡ്. വെരി ഗുഡ്. ഇത് മറ്റേ ഹാമറിന് അടിച്ച് കയറ്റിയത്. ബാബാ അങ്ങനെ ഒരാഴ്ചയും 3 ദിവസം എടുത്ത വണ്ടികളാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഒരു മൈൻഡ് തന്നെയാണ്. കാരണം വണ്ടി പോയാലും ഇതൊക്കെ ഓടിച്ച് കയറ്റുക എന്നുള്ളത് ഒരു മൈൻഡ് തന്നെയാണ്. കാരണം വണ്ടി നമുക്ക് കാശ് കൊടുത്താലും ശരിയാക്കാം, പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം വേറെ കിട്ടില്ല. ഒമ്പോ വഴി ഇന്നലത്തെ പോലെ തന്നെ ടാസ്ക് തന്നെയാണ്, ഇന്നലത്തെ പോലെ തന്നെ വഴി. മറ്റേളെന്തേ? വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാരണം നമുക്ക് വലിയ രീതിക്ക് ക്ഷീണം വന്നില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലേ? ഇങ്ങനെ തിരിഞ്ഞു പറയാം, എല്ലാവരും കാണിച്ചുകൊണ്ട് പറയാം. ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനത്തെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ്, ഓഫ് റോഡ് വീഡിയോസ് അല്ലേ അടുത്ത വട്ടം ഇത് കയറില്ലമ്മ? നമ്മള് അടുത്ത ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത് കമന്റ് ചെയ്യൂ. ലഡാക്കിൽ പോണോ? അവര് ലഡാക്കിൽ പോകാൻ പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പൊ അടുത്ത പവർ വീഡിയോ ആയിട്ട് കാണാറ്. ബൈ.